ഇന്ത്യൻ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം നേരിടുന്ന അമേരിക്കൻ ബില്യണർ ജോർജ് സോറോസിന്റെ ഇന്ത്യയിലെ പ്രതിനിധി ധന്യ രാജേന്ദ്രനെതിരെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷണം. ധന്യ രാജേന്ദ്രൻ മലയാളി മാധ്യമ പ്രവർത്തകയും ന്യൂസ് മിനിറ്റ് എന്ന ഇംഗ്ലീഷ് പോർട്ടലിന്റെ ചീഫ് എഡിറ്ററുമാണ്. മോദി സർക്കാരിനെതിരെ ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ച ആൾ എന്ന ആരോപണ വിധേയനാണ് അമേരിക്കൻ കോടീശ്വരൻ ജോർജ് സോറസ്. ജോർജ് സോറസും ധന്യ രാജേന്ദ്രനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന IB അന്വേഷണ വാർത്ത ഇപ്പോൾ ജന്മഭൂമി ദിനപത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകി സ്വാധീനിച്ച സർക്കാരുകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ജോർജ് സോറോസിന്റെ ഇന്ത്യയിലെ പ്രതിനിധി ധന്യ രാജേന്ദ്രനെതിരെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷണമെന്ന് ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യാന്തര ഏജൻസികളിൽ നിന്നും പണം സ്വരൂപിക്കുന്നുവെന്നും ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുപ്പ് ഫണ്ട് ഡോളർ ബോണ്ടുകൾ ശേഖരിക്കുന്നുവെന്നും മുൻപും ധന്യ രാജേന്ദ്രനും മറ്റുമെതിരെ ആരോപണമുണ്ടായിരുന്നു. ഇപ്പോൾ ജോർജ് സോറോസിന്റെ ഇന്ത്യയിലെ പ്രതിനിധി ധന്യ രാജേന്ദ്രനെതിരെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷണ വാർത്ത പുറത്തുവന്നതോടെ വിഷയം ഗൗരവമാവുകയാണ്. ജന്മഭൂമിയുടെ ധന്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇങ്ങനെ. ന്യൂസ് മിനിറ്റ് ചീഫ് എഡിറ്ററായ ധന്യ രാജേന്ദ്രൻ നേതൃത്വം നൽകുന്ന DG പബ് സംഘടനയിലൂടെയാണ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഇന്ത്യയിലെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഫണ്ട് നൽകുന്നത്. DG പബിന്റെ ചെയർപേഴ്സണാണ് ധന്യ രാജേന്ദ്രൻ. ചൈനീസ് ഫണ്ട് കേസിൽ ഉൾപ്പെട്ട ന്യൂസ് ക്ലിക്കും DG പബ് അംഗമാണ്. DG പബ് സംഘടനയിലെ മറ്റ് അംഗങ്ങൾ ഓൾഡ് ന്യൂസ്, ആർട്ടിക്കിൾ 14, ബൂം ലൈവ്, കോബ്ര പോസ്റ്റ്, HW ന്യൂസ്, ന്യൂസ് ലൗണ്ടറി, സ്ക്രോൾ, ദ ക്വിന്റ്, ദ വയർ. ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരായ CAA വിരുദ്ധ സമരം, കർഷക സമരം, ഖാലിസ്ഥാനി ആക്രമങ്ങൾ, മാവോയിസ്റ്റ് അതിക്രമങ്ങൾ തുടങ്ങിയവയെ സഹായിക്കുന്ന സമീപനമാണ് DG പബ് സ്വീകരിച്ചിട്ടുള്ളത്. അംഗങ്ങളായ സ്ഥാപനങ്ങൾക്ക് വിദേശ സഹായം ലഭ്യമാക്കുന്നതും DG പബ് മുഖേനയാണ്. വിദേശ ഫണ്ട് സ്വീകരിച്ച് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന DG പബ് മേധാവി എന്ന നിലയിലാണ് ധന്യ രാജേന്ദ്രൻ കേന്ദ്ര ഏജൻസികളുടെ റഡാറിലായത്. കൊച്ചിയിൽ സംഘടിപ്പിച്ച കട്ടിംഗ് സൗത്ത് മീഡിയ ഫെസ്റ്റിവലിന് വിദേശ ഫണ്ട് ലഭിച്ചിരുന്നതായി മുഖ്യ സംഘാടക കൂടിയായിരുന്ന ധന്യ രാജേന്ദ്രൻ പോലീസിനോട് സമ്മതിച്ചിരുന്നു. വിഘടനവാദ മാധ്യമ സമ്മേളനത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള സെഷൻ കനേഡിയൻ ഹൈക്കമ്മീഷൻ സ്പോൺസർ ചെയ്തിരുന്നുവെന്നും അതിനുള്ള പണം ലഭിച്ചിരുന്നതായും ധന്യ രാജേന്ദ്രനെ ബാംഗ്ലൂർ സെൻട്രൽ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞു. സമ്മേളനത്തിന്റെ മറ്റു ചിലവ് പൂർണ്ണമായും വഹിച്ചത് കേരള മീഡിയ അക്കാദമി ആണ് എന്നായിരുന്നു മൊഴിയിൽ പറഞ്ഞത്. കട്ടിംഗ് സൗത്തിന്റെ ലോഗോയിൽ ദക്ഷിണേന്ത്യയെ വേർപിരിച്ചു ചിത്രീകരിച്ചതും സമ്മേളനത്തിന് വിദേശ ഫണ്ട് സ്വീകരിച്ചതുമാണ് വിവാദമായത്. കട്ടിംഗ് സൗത്ത് എന്നാൽ കട്ടിംഗ് എഡ്ജ് എന്നാണ് ഉദ്ദേശിച്ചതെന്നും മറ്റും ഉരുണ്ട് കളിക്കുകയും ചെയ്തിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ ഒരു സംഘടനയുമായും ബന്ധമില്ല എന്നും ധന്യ രാജേന്ദ്രൻ മൊഴി നൽകി. വിദേശത്തു നിന്ന് ഡോളർ ബോണ്ടുകൾ ഇറക്കി എന്നതുമായി ബന്ധപ്പെട്ട് ധന്യ രാജേന്ദ്രനെതിരെ മുൻപും ആരോപണമുണ്ടായിട്ടുണ്ട്. ഏതാനും വ്യൂവേഴ്സ് മാത്രമാണ് മലയാളികൾ നേതൃത്വം നൽകുന്ന ന്യൂസ് ലോട്ടറിക്കും ന്യൂസ് മിനിറ്റ്സിനും ഉള്ളത്. ഇവരുടെ വാർത്തകൾക്ക് ഇന്റർനെറ്റിൽ റീച്ചും തീരെ കുറവാണ്. എന്നാൽ ഇവർക്ക് പ്രവർത്തന ചെലവിനും മറ്റും എവിടെ നിന്ന് ഫണ്ട് ലഭിക്കുന്നു എന്ന് മുൻപും ആരോപണം ഉയർന്നിരുന്നു. വിദേശത്ത് നിന്ന് ഡോളർ ബോണ്ടുകളിൽ ന്യൂസ് മിനിറ്റും ന്യൂസ് ലോണ്ടറിയും കുടുങ്ങുമെന്നും ആരോപണമുണ്ടായിരുന്നു. ഇലക്ട്രൽ ബോണ്ട് സംഭാവനകളുടെ പേരിൽ BJP തിരഞ്ഞുപിടിച്ചാക്രമിക്കുന്ന ന്യൂസ് മിനിറ്റ്, ന്യൂസ് ലൗണ്ടറി സഖ്യത്തിന്റെ ഡോളർ ബോണ്ടുകൾ വിവാദത്തിൽ. ഇന്റർനെറ്റിൽ സൗജന്യമായ വാർത്തകൾക്കായി ഈ പോർട്ടലുകൾ സബ്സ്ക്രിപ്ഷന്റെ പേരിൽ വിദേശ ഫണ്ട് ഒഴുക്കുന്നതായാണ് ആരോപണം. ന്യൂസ് മിനിറ്റിന്റെയും ന്യൂസ് ലോണ്ടറിയുടെയും സബ്സ്ക്രിപ്ഷൻ പദ്ധതികളുടെ പേരുകൾ തന്നെ സൂചനയാണ്. ഡിസ്റപ്റ്റർ, ഗെയിം ചേഞ്ചർ എന്നിങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ. ചൈനീസ് ഫണ്ട് സ്വീകരിച്ച ന്യൂസ് ക്ലിക്ക് എഡിറ്റർക്കെതിരെ UAPA കേസ് ചുമത്തിയിട്ടും ന്യൂസ് മിനിറ്റിനും ന്യൂസ് ലോണ്ടറിക്കും US കാനഡ ഫണ്ട് നിർബാധം ഒഴുകുന്നു. പാലക്കാട് സ്വദേശി ധന്യ രാജേന്ദ്രനാണ് ബാംഗ്ലൂരിലെ ന്യൂസ് മിനിറ്റ് എഡിറ്റർ. ന്യൂസ് മിനിറ്റിനെതിരെ ആദായ നികുതി വകുപ്പ് അന്വേഷണവും നടക്കുന്നുണ്ട്. വിദേശത്ത് നിന്ന് വൻ തുക ഒരുമിച്ച് സ്വീകരിച്ചാൽ പിടി വീഴുമെന്നതിനാൽ $200 താഴെയായാണ് സംഭാവനകൾ എത്തുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് NRI അക്കൗണ്ടുകളിലൂടെ ക്രൗഡ് ഫണ്ടിംഗ് നടത്തിയതിന് സമാനമാണ് ന്യൂസ് മിനിറ്റ്, ന്യൂസ് ലൗണ്ടറി ഫണ്ട് ശേഖരണം. നിയമവിരുദ്ധവും ദേശവിരുദ്ധവുമായ ഇടപാടുകൾ നടക്കുന്ന സ്ഥാപനത്തിൽ എപ്പോൾ വേണമെങ്കിലും ED റെയ്ഡ് ഉണ്ടാകാം എന്ന ആശങ്കയിലാണ് ജീവനക്കാർ എന്നും റിപ്പോർട്ടിലുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.